ഇല്ല, കാരണം ശരീരത്തിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുക. ശരീരത്തിൻ്റെ കുറച്ച് ചെറുപ്പത്തിൽ വളർത്തിക്കൊണ്ടുവന്ന് കുറച്ച് തീരുമാനങ്ങളുണ്ട്. വളരെ നൈമിഷികമായിട്ടുള്ള ബലഹീനമായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങളെ എടുത്തു കളയുമ്പോൾ ആന്തരിക പ്രവർത്തനങ്ങളുടെ ഭാഗം തെളിയുമ്പോൾ അവിടെയാണ് നമുക്ക് നമ്മളെന്ന് പറയാനുള്ള അധികാരമുള്ളത്. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ആ ഇതിലൊരു ഐശ്വര്യമുണ്ട്, ആ നമ്മളിൽ അഭിവൃദ്ധിയുണ്ട്. പുറമേ കാണുന്നു, അയാൾ മുസ്ലിമാണ് അതുകൊണ്ട് അയാളെ കൂട്ടണ്ട, ക്രിസ്ത്യാനികളുണ്ടാ. അത് നമ്മളല്ല, അതൊരു വൃത്തികെട്ട തരം താഴ്ന്ന രോഗമാണ്. മനസ്സിലായി? അവൻ ക്രിസ്ത്യാനിയാണ് എന്നാൽ അവനെ കൂട്ടത്തിൽ കൂട്ടാം. മനസ്സിലായി? അതൊരു തരം മാനസിക രോഗമാണ്. അല്ലാണ്ട് അവനൊരിക്കലും സമാധാനം ഉണ്ടാകത്തില്ല. ഇവൻ തീരുമാനിക്കാൻ ഇവനാരാ? ഇവിടെയുള്ള എല്ലാ മനുഷ്യരും ജീവജാലങ്ങളും ഇവിടെ ഉള്ളതാ. നമ്മൾ ആരും കൂട്ടാനായിട്ട് തീരുമാനം എടുക്കണ്ട. എല്ലാ മനുഷ്യരും ജീവജാലങ്ങളും ഇവിടെ ഉള്ളതാ. ആർക്കാണ് തീരുമാനം എടുക്കാനുള്ള റൈറ്റ്? ആർക്കും അങ്ങനെ ഒരു റൈറ്റ് ഇല്ല. എല്ലാവരും സഹകരിക്കുമ്പോൾ നമുക്ക് ഒരാളെങ്കിലും തെളിഞ്ഞതുണ്ടെങ്കിൽ, നമ്മുടെ അടുത്ത് ഒരാളെങ്കിലും തെളിഞ്ഞതുണ്ടെങ്കിൽ എന്തൊരാശ്വാസമാണ്. ഒരാളെങ്കിലും തെളിഞ്ഞുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ നമ്മളുടെ ആശ്വാസത്തിൽ തുടരുക എന്നുള്ളതല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. വേറെ ഒന്നും ചെയ്യാനില്ല. വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ആരൊക്കെ നമ്മളെ എതിർക്കുന്നു, പുച്ഛിക്കുന്നു, ആക്ഷേപിക്കുന്നു, അതുകൊണ്ട് നമ്മളുടെ ഉള്ളിലെ നന്മയല്ല ഉണ്ടാവുക, സത്യമല്ല ഉണ്ടാവുക. ആകത്തില്ല. ഓരോരുത്തരൊന്ന് കളിയാക്കിയിട്ട് പോവും, പുച്ഛിച്ചിട്ട് പോവും, അതൊക്കെ നടക്കും ആ വഴിക്ക്. പക്ഷെ നമ്മളിലെ നന്മ നമ്മളെ നിലനിർത്തുന്നു. വേറെന്താ വേണ്ടത്? നമ്മുടെ നന്മയിൽ ഇരിക്കുമ്പോഴാണ് ഈ ശ്വാസം ആശ്വാസമാകുന്നൊരു ഭാഗം ഉണർന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ശരീരമായിട്ട് നിലനിൽക്കാൻ കാരണമായിട്ടുള്ള വ്യവസ്ഥകൾ അതല്ലേ നമ്മുടെ ശ്രദ്ധയിൽ വരുന്നത്. അത് നന്മയിലിരിക്കുമ്പോഴല്ലേ ശ്രദ്ധ നമ്മളിൽ സജീവമാകുമ്പോഴല്ലേ, നമ്മളിലുണ്ടാകുന്ന മാറ്റത്തെ സസൂക്ഷ്മം പരിശോധിക്കുമ്പോൾ ഇങ്ങനെയാണ് മാറ്റം ഉണ്ടാകുന്നതല്ലേ, കൊള്ളാം, ഇതിങ്ങനെയാണ്, കൊള്ളാം. അവിടെ ആകാശമായിട്ടുള്ള ബന്ധത്തിൽ വളരെ നാച്ചുറലി സംഭവിക്കുന്നു. ഇപ്പം നമ്മൾ ആരെയും പ്രത്യേകിച്ച് എടുത്ത് സ്നേഹിക്കണ്ട. ഞാൻ നിഹാസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, നിഹാസിൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്, ഒന്നുമില്ല. നിഹാസിൻ്റെ ഗുണത്തിന് നിഹാസ് നോക്കിക്കൊള്ളൂ. നിഹാസിന് താല്പര്യം ഉണ്ടെങ്കിൽ, നിഹാസ് മടിയനാണ്, ഉഴപ്പനാണെങ്കിൽ നിഹാസ് അതിൻ്റെ ദുരന്തം നിഹാസ് അനുഭവിക്കും. യാതൊരു സംശയവും വേണ്ട. ഞാനെന്തിനാണ് നിഹാസിൻ്റെ ഗുണത്തിന് വേണ്ടിയിട്ട് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എടുക്കുന്നത്? നിഹാസ് നല്ലവനാണ്, അവൻ രക്ഷപ്പെടട്ടെ. അതെങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റുക? ഇല്ല. എൻ്റെ മകനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് നടക്കത്തില്ല. അങ്ങനെ ഒരു ഭാഗമില്ല. അർഹതപ്പെട്ട ഭാഗത്തിരിക്കുക, പ്രവർത്തിക്കുക. അവന് അനുയോജ്യമായിട്ടുള്ള അർഹതപ്പെട്ടത് അവൻ അനുഭവിക്കും. അതല്ലാത്ത യാതൊന്നും പോസിബിളല്ല. നമ്മൾക്ക് ചെയ്യാവുന്നത്
നമ്മളിൽ അർഹതപ്പെട്ട ഭാഗത്ത് അനുഭവിച്ച് തുടരുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാത്തൊരു കാര്യം പോസിബിൾ അല്ല. ആരൊക്കെ എന്തൊക്കെ ബഹളം വെച്ചെന്ന് പറഞ്ഞാൽ നമ്മൾക്കൊന്നും ചെയ്യാനില്ല അവിടെ. ശരത്തിനെ ഞാൻ രക്ഷിക്കണമെന്ന് പറയുമ്പോൾ എങ്ങനെ ശരത്തിനെ ഞാൻ രക്ഷിക്കുന്നത്? എന്തിൽ നിന്ന് രക്ഷിക്കാൻ? എൻ്റെ ബുദ്ധിയിലാണ്. ശരത്തിൻ്റെ അപകടം കണ്ടത് എൻ്റെ ബുദ്ധിയിലാണ്, അല്ലേ? എൻ്റെ ബുദ്ധിയിലാണ് ശരത്തിന് അപകടം കണ്ടത്. ആണ് എൻ്റെ ബുദ്ധിയിൽ നിന്ന് രക്ഷിച്ചാൽ, എൻ്റെ ബുദ്ധിയിൽ ഞാൻ ശരത്തിനെ രക്ഷിച്ചാൽ കൂട്ടത്തിൽ കൊണ്ടു നടക്കാൻ പറ്റുമോ എൻ്റെ ബുദ്ധി ശരത്തിൻ്റെ? ഇല്ല, പറ്റത്തില്ല. ഗ്രൂപ്പുകളിലൊക്കെ ചില ആൾക്കാരെ ഇൻസൾട്ട് ചെയ്തിട്ട് പറയുന്നത് ഞങ്ങള് അവന്റെ ഈഗോ ഇല്ലാതാക്കി അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്തതെന്നൊക്കെ അഭിപ്രായം പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് എല്ലാ പ്രക്രിയകളും കഴിഞ്ഞിട്ടായിരിക്കും. കാര്യം മാക്സിമം ആ ഒരു വ്യക്തിയെ ഹർട്ട് ചെയ്ത് അയാളെ ഇല്ലായ്മ ചെയ്തതിന് ശേഷമായിരിക്കും ഇങ്ങനെ ഒരു പ്രസ്ഥാനം നടക്കുന്നത്. അതില് എന്താണ് അവര് നന്മ ഉദ്ദേശിച്ചാണെന്നാണ് അവര് പറയുന്നത്. പറച്ചിലല്ലേ? ഈ എല്ലാവരും കൂടി അവിടെ വട്ടമുളഞ്ഞിരിക്കുന്ന അവരുടെ ഒരു ടീം സ്പിരിറ്റ് ഉണ്ട്, അല്ലേ? അവിടെ ഒരു വട്ടമുളഞ്ഞിരിക്കുന്ന ടീം സ്പിരിറ്റ് ഉണ്ട്. ആ സ്പിരിറ്റിന് വേണ്ടിയിട്ടാണ് അവരവിടെ ഇരിക്കുന്നത്, അല്ലേ? അത്രയേ ഉള്ളൂ. അല്ലല്ലേ അതിനപ്പുറത്തോട്ടൊന്നും ഇല്ലല്ലോ. അതെ, ഒരാവശ്യമില്ല. നമ്മളിവിടെ എങ്ങനെയാണ് സംസാരിക്കുന്നത്? നമ്മളിരുന്ന് ഓരോരുത്തർ സംസാരിക്കുന്നു, മറ്റുള്ളവർ കേൾക്കുന്നു, റെസ്പോണ്ട് ചെയ്യുന്നു, പരസ്പരം അവിടെ ഇൻട്രാക്ട് ചെയ്യുന്നു. ഈ ഫ്ലോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മളും അയാളെ റിമൂവ് ചെയ്യും. അത് അയാളുടെ ഈഗോ മാറ്റാനൊന്നുമല്ല, അത് നമ്മളുടെ ഇടയിൽ നിന്ന് അയാളെ മാറ്റാനാണ്, അല്ലാണ്ട് വേറെ ഒരു താല്പര്യമില്ല. നമ്മളുടെ ഇടയിൽ നിന്ന് അയാളെ മാറ്റുക എന്നുള്ളതല്ലാണ്ട് അയാളുടെ ഈഗോ പോകാനോ അയാൾ നന്നാകാനോ ഒന്നുമല്ല. നമ്മൾ സംസാരിക്കുന്ന ഭാഗത്ത് നമ്മളുടെ ട്യൂണുമായിട്ട് കണക്റ്റഡ് അല്ല, അതുകൊണ്ട് നമ്മൾ അയാളെ മാറ്റുന്നു, അത്രയേ ഉള്ളൂ. അത് നല്ല പ്രവൃത്തി എന്നാൽ ചീത്ത പ്രവൃത്തി എന്നാൽ ഒന്നുമല്ല. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് പൊരുത്തപ്പെടാത്ത ഒരാൾ കയറി വന്നുവെച്ചും വേറെ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ റിമൂവ് ചെയ്യും. അത് നന്നാക്കാനോ മോശമാക്കാനോ ഒന്നുമല്ല. ഇനി വേറെ യാതൊരു ന്യായീകരണവും ഇല്ല. നമ്മളുടെ താല്പര്യവുമായിട്ട് പൊരുത്തപ്പെടാത്തത് കൊണ്ട് മാറ്റുന്നു, അല്ലേ? ഒരു വ്യക്തിക്കും മറ്റൊരു വ്യക്തിയുടെ ഈഗോയെ ഇല്ലാതാക്കാനുള്ള അധികാരം പെടുത്തിയിട്ടില്ലല്ലോ. ഇല്ല. എങ്ങനെയാണ് അരുണിൻ്റെ ഈഗോയെ ഞാൻ എങ്ങനെയാണ് എടുത്ത് കളയണം? എങ്ങനെയാണ് അരുണിൻ്റെ ഈഗോ ആദ്യം ഞാൻ കാണണമെന്നുണ്ടെങ്കിൽ എന്നിൽ ഈഗോ വേണ്ടേ? എന്നിൽ ഈഗോ ഉണ്ടെങ്കിൽ അരുളിലെ ഈഗോ കാണത്തുള്ളൂ. അരുളിൽ ഈഗോ ഉണ്ടെന്ന് ഞാനെങ്ങനെ അറിഞ്ഞു? ഞാൻ എങ്ങനെ അറിഞ്ഞ അരുളിൽ ഈഗോ ഉണ്ടെന്ന്? ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് ചാടി ഈഗോ ഉണ്ടെങ്കിൽ മറ്റൊരാളുടെ ഈഗോ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. എങ്ങനെയാണ് ഞാൻ അരുണിനെ ശ്രദ്ധിച്ച് ഞാൻ എന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്താണ് തുടരുന്നതെങ്കിൽ അരുണിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് എനിക്ക് എങ്ങനെയാണ് അരുണിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പറ്റുക? പറ്റത്തില്ലല്ലോ. ചിലപ്പം അതൊരു ലാക്ക് ഓഫ് ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്ന ഭാഗത്തോട്ട് പോകൂലേ? ലാക്ക് ഓഫ് ഇൻവോൾവ്മെന്റ് ഇൻ ദ സെൽഫ്. എന്നിൽ ഞാൻ സജീവമായിട്ടിരിക്കുകയാണ്. എൻ്റെ ഉത്തരവാദിത്വം അത്രയല്ലേ ഉള്ളൂ. ഇൻവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? എന്നിലല്ലേ. ശരത്തിൻ്റെ ശബ്ദം എന്നിൽ വരുമ്പോൾ അത് എന്ത് മാറ്റം ഉണ്ടാക്കുന്നു? അവിടെ അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ പോരെ. ലാക്ക് ഓഫ് ഇൻവോൾവ്മെൻറ്റിൽ ഇവിടെ വളരെ പ്രോപ്പർ ഇൻവോൾവ്മെൻ്റാണ്. ആ വളരെ പ്രോപ്പർ ഇൻവോൾവ്മെൻ്റ് ആയതുകൊണ്ട് പാഴ് കാര്യങ്ങളൊന്നും നമ്മുടെ ശ്രദ്ധയിൽ വരാത്തതുകൊണ്ട് കോൺഫ്ലിക്റ്റ് ഇല്ല. ആ ഫ്യൂഷൻ കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണ്. ഇത് ഞാൻ ശരത്തിനെ ശ്രദ്ധിച്ച് ശരത്ത് ഇത്രയും തീരുമാനമൊക്കെ എടുത്ത ഒരു മനുഷ്യൻ. കുറച്ച് നേരം കഴിയുമ്പോൾ അരുണിനെ ശ്രദ്ധിക്കണം. അപ്പോൾ എൻ്റെ ബോഡിയിൽ ഡിവിഷൻസ് കൂടുകയല്ലേ.
എൻ്റെ ശരീരത്തിൽ ഡിവിഷൻസ് കൂടുകയല്ലേ. ഞാൻ എന്നെ തന്നെ ശ്രദ്ധിക്കുന്നു. എൻ്റെ ഉള്ളിൽ ശരത്തിൻ്റെ വോയിസ് വരുന്നു, മുഹമ്മദിൻ്റെ വോയിസ് വരുന്നു, അരുണിൻ്റെ വോയിസ് വരുന്നു, എല്ലാം വരട്ടെ. ഈ സിസ്റ്റം അതിനെല്ലാത്തിനെയും നിർവീര്യം ചെയ്ത് കളയും. അല്ലാണ്ട് ഇതെല്ലാം കൂടി വാരിക്കൂട്ടി അരുൺ പറഞ്ഞ കാര്യം, ശരത്ത് പറഞ്ഞ കാര്യം, മുഹമ്മദ് പറഞ്ഞ കാര്യം, ഇങ്ങനെ ഓരോന്നോരോന്നും എടുത്തെടുത്ത് തലക്ക് ഭ്രാന്ത് പിടിക്കും. സ്വസ്ഥത മൊത്തം നഷ്ടപ്പെട്ടു പോകും. ഇതിനെയൊക്കെ ദഹിപ്പിച്ച് കളഞ്ഞ ആശ്വാസത്തിൽ ഇപ്പം നമ്മളിപ്പോ കുടുംബ വീട്ടിനകത്ത് താമസിക്കുമ്പോഴേ, എങ്ങനെ താമസിക്കുമ്പോൾ, ഒരു വീട്ടിനകത്ത് താമസിക്കുമ്പോഴേ കുറച്ച് ഒരു കുടുംബം, ഒരു ഫാമിലി, അപ്പൊ അത് ഒരു വ്യക്തി ഒരു മദ്യപാനം എന്ന് പറയുന്ന ത്തേക്ക് പോവാം. അപ്പം അതില് അമ്മ പറയുന്നു, അമ്മയ്ക്കത് മകൻ മദ്യപാനത്തിലോട്ട് പോകുന്ന അമ്മയ്ക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അവന്റെ ജീവിതം തകർക്കുന്നൊരു ഭാഗത്തോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ അമ്മ അവനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അമ്മ ആക്ച്വലി വിജയിക്കുന്നില്ല, പക്ഷെ ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമം ഫലിക്കുന്നുമില്ല. അതേസമയം അച്ഛൻ അതിനകത്ത് തീരെ ഇൻവോൾവ് ചെയ്യുന്നില്ല. അത് അവൻ എങ്ങനെയോ ആയിക്കൊണ്ട് പോട്ടെ, അത് അവൻ എൻ്റെ മകനല്ല, അല്ലെങ്കിൽ ഞാനത് ബോധർ ചെയ്യുന്നില്ല. അവൻ നശിച്ചാലും കൊള്ളാം, അല്ലെങ്കിൽ ജീവിച്ചാലും അവന് കൊള്ളാം. ഈ രണ്ട് ഭാഗവും ശരിക്കും എവിടെയാ ഇതിന്റെ വ്യത്യാസം വരുന്നത്? ഇപ്പൊ അച്ഛന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഇൻവോൾവ്മെന്റ് ഇല്ലാന്ന് പറയാൻ പറ്റുമല്ലോ. അതേപോലെ ഇൻവോൾവ് ആണെന്ന് തോന്നിയാലും പക്ഷെ അമ്മയ്ക്കാണ് സമ്മർദ്ദം കൂടി നിൽക്കുന്നത്. ഇതിനകത്ത് എവിടെയാണ് നമ്മള് ബാലൻസ് കണ്ടെത്തുക? അതായത് ആദ്യം ഇവ മദ്യപാനി ആകാൻ കാരണം ഈ വീട്ടിലെ അംഗങ്ങൾ തന്നെ. അതെങ്ങനെയാ? കാരണം വീട്ടിൽ പരസ്പരം കുടുംബമായിട്ടാണ് ജീവിച്ചിരുന്നതെങ്കിൽ, കൂടുമ്പോൾ ഇമ്പമുള്ള അവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ എങ്ങനെയാണ് ഇവ മദ്യപാനിയാകുന്നത്? എങ്ങനെ? ഇനൊരിക്കലും മദ്യപാനിയാകില്ല, അവനൊരു ക്രിമിനലാകില്ല, അവനൊരു മാനസിക അസ്വസ്ഥത ഉള്ളവനാകില്ല. കാരണം വീട്ടിലുള്ള അംഗങ്ങളുമായിട്ട് സഹകരിക്കാൻ പറ്റാണ്ട് വരുമ്പോൾ ആ സഹകരണം ഇല്ലായ്മയിൽ നിന്നാണ് ഒരു കുട്ടിയുടെ മനസ്സിൽ വേണ്ടാത്ത കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നത്. അവിടെ നല്ല സത്യസന്ധമായിട്ട് സഹകരണം ഉണ്ടെങ്കിൽ ആരാണ് വഴിവിട്ട ഭാഗത്തോട്ട് പോകുന്നത്? ആരും പോകത്തില്ല, പോകാൻ പറ്റത്തില്ല. അവിടെ സമാധാനം, ആർക്കാ സമാധാനം വേണ്ടാത്ത? ഉയർന്ന മാതാപിതാക്കൾ അവർ മുൻകൂട്ടി ജീവിക്കുന്ന അവസ്ഥയുടെ ഭാഗത്ത് നിന്നല്ലേ ഒരു കുട്ടി ജനിച്ചു വരുന്നത്. കുട്ടി വരുമ്പോൾ തൊട്ട് കാണുന്നത് ഇവരിൽ നിന്ന് ഈ വൃത്തികെട്ട വൈബ്രേഷനാണ് കുട്ടിയുടെ ശരീരത്തെ ആദ്യമേ സ്വാധീനിക്കുന്നത്. ഇത് ബാക്കിയുള്ളവരെ എല്ലാവരെയും പറ്റിക്കാം, പക്ഷെ കുട്ടിയെ പറ്റിക്കാൻ പറ്റത്തില്ല. കുട്ടി ആദ്യം എടുക്കുന്നത് എന്താണ്? മാതാപിതാക്കളുടെ വൃത്തികേടാണ് കുട്ടി ആദ്യം എടുക്കുന്നത്. അതേ സ്വീകരിക്കത്തുള്ളൂ. അല്ലാണ്ട് മാതാപിതാക്കളുടെ നന്മയല്ല കുട്ടി സ്വീകരിക്കുന്ന. ആദ്യം വൃത്തികേടേ സ്വീകരിക്കത്തുള്ളൂ. കാരണം എന്താണ്? കാരണം ഇതാണ് മുഴച്ചു നിൽക്കുന്നത്. മനസ്സിലായി? മാതാപിതാക്കളിൽ മുഴച്ചു നിൽക്കുന്നത് വൃത്തി, ആ വൈബ്രേഷനാണ്. കുട്ടിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല ഇവിടെ. മനസ്സിലായി? മാതാപിതാക്കളുടെ വൃത്തികേടാണ് കുട്ടിയിലോട്ട് ചെന്നുകൊണ്ടിരിക്കുന്നത്. ഇവൻ വളർന്നു വരുമ്പോൾ ഇത് സൂക്ഷ്മമായിട്ട് കുട്ടിയിൽ ചെന്നത് കുട്ടി സ്ഥൂലത്തിൽ ആംപ്ലിഫൈ ചെയ്യുന്നു. അതാണ് കുട്ടിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുട്ടിയെ അടിച്ചമർത്താൻ തുടങ്ങും. ചെറുപ്പം മുതലേ കുട്ടിയെ അടിച്ചമർത്തി വിശ്വാസത്തിൻ്റെ ഉള്ളിലാക്കും. അപ്പോൾ കുട്ടി വേറൊരു അടുത്തൊരു വൃത്തികെട്ട രൂപമായി. നല്ലതേ ചെയ്യാവുള്ളൂ. നീ നല്ലത് നീ നല്ലതാകണ്ട, നീ നല്ലത് ചെയ്താൽ മതി. കാരണം മറ്റുള്ള പൊട്ടന്മാരെ ബോധ്യപ്പെടുത്താൻ നല്ലത് ചെയ്താൽ മതി. കുറേ പാഴ് സമൂഹമാണ്, അതുകൊണ്ട് അവരുടെ മുമ്പിൽ നീ ഇങ്ങനെ ഉടുത്തൊരുങ്ങി നീ നല്ലവനാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയാൽ മതി. നീ എത്ര വൃത്തികെട്ടവനാണെങ്കിലും നീ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയാൽ മതി.
അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നാണ് ഓരോരുത്തർ വഴിതെറ്റി മദ്യപാനവും മയക്കുമരുന്നിലോട്ടൊക്കെ പോകുന്നത്. ഏറ്റവും കൂടുതൽ മർദ്ദമുള്ള, ഏറ്റവും കൂടുതൽ എന്തെന്നാണ് ഭയങ്കര സ്ട്രോങ് ഡിസിപ്ലിൻ എവിടെയുണ്ടോ അവിടെ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് അഡിക്റ്റൊക്കെ ഉണ്ടാകുന്നത്. മനസ്സിലായി? ഏറ്റവും കൂടുതൽ ഡ്രഗ് അഡിക്റ്റൊക്കെ ഉണ്ടാകുന്നത് അവിടെയായിരിക്കും. മനസ്സിലായി? ഏറ്റവും കൂടുതൽ ക്രിമിനൽ ഉണ്ടാകുന്നത് അടിച്ചമർത്തി ഡിസിപ്ലിൻ സ്ട്രോങ് ആയിട്ട് ഉള്ളിടത്ത് ഭയങ്കര ക്രിമിനൽ ഉണ്ടാകും. മാനസിക രോഗികളും അവിടെ നിന്നായിരിക്കും കൂടി വരുന്നത്.